നമസ്കാരം സനോജ്. ഈ ആഗോള അയ്യപ്പ സംഗമം നടന്നതോടുകൂടി പലരുടെയും സ്വപ്നങ്ങൾ അങ്ങ് മുകളിലേക്ക് എത്തിയിരുന്നതാണ്. പക്ഷെ പെട്ടെന്ന് ഈ സ്വപ്നങ്ങളെല്ലാം അത് ഒരാളുടെ അല്ല, പല ആളുകളുടെയും സ്വപ്നങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ സ്വപ്നങ്ങളെല്ലാം ഇങ്ങനെ തകർന്നടിയുമ്പോൾ അയ്യപ്പൻ ഇത്ര ക്രൂരനാണോ എന്നൊരു ചോദ്യം ഉയരുകയല്ലേ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ നമ്മുടെ തമ്പിലെ ഈ ഒരു ടൈറ്റിൽ കണ്ടിട്ടാവാം പല പ്രേക്ഷകരും ഇതിലോട്ട് വന്നത്. അപ്പോൾ അവരോട് പറയാനുള്ളത്, അയ്യപ്പൻ ഈ ആവശ്യമില്ലാത്ത മോഹങ്ങളുമായി നടക്കുന്നവരുടെ മുന്നിൽ അദ്ദേഹം വളരെ ക്രൂരനാണ്. അത് നമുക്ക് ചിരിച്ചുകൊണ്ട് പറയേണ്ടി വരും. അദ്ദേഹം മുഖം നോക്കാതെ തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട്. നമുക്ക് അക്കമിട്ട് നിരത്തിൽ തന്നെ പറയാം ഇതിൽ ഓരോ ഒരു ആളുകളെ ആയിട്ട്. ഇപ്പം നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തട്ടിയും മുട്ടിയും ദേവസ്വം ബോർഡിൽ എങ്ങനെയെങ്കിലും ഒരു തുടരുക, അല്ലേ, ഒരു കാലാവധി നീട്ടി വാങ്ങിക്കൊണ്ട് ഒരു വട്ടം കൂടി എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി പോവുക. അപ്പോൾ അത് കഴിഞ്ഞാൽ നെടുമങ്ങാട്ടത്തെ CPM-ന്റെ കാൻഡിഡേറ്റ് ആണ് PS പ്രശാന്ത്. അപ്പോൾ കഷ്ടകാലത്തിനെങ്ങാനും ജയിച്ച് കയറിയാൽ വീണ്ടും ഒരു LDF ഭരണം കേരളത്തിൽ വന്നാൽ, കാര്യം പ്രബുദ്ധമായ കേരളമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കിറ്റൊക്കെ കാട്ടിയാൽ ചിലപ്പം വീണ്ടും ഒരിക്കൽ കൂടി ഒരു അവസരം നൽകിക്കൂടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രശാന്തിന് മന്ത്രിപദം ഉറപ്പാണ്. അതും ദേവസ്വം മന്ത്രിയായി വീണ്ടും ആ കസേരയിലെത്തുന്നത്, അതായത് വാസവൻ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിലേക്ക് ഡയറക്റ്റ് എൻട്രിയാണ് പ്രശാന്തിന്. ഈ ഒരു മോഹവുമായിട്ടാണ് പ്രശാന്ത് ഈ കണ്ട വെള്ളമൊക്കെ കോരിയത്, ഇരുട്ട് വിളക്കെ. പക്ഷെ കോരിയത് ഓട്ടത്തൊട്ടിയിലാണെന്ന് അദ്ദേഹം ഇപ്പോഴാണ് അറിയുന്നത്. കാര്യം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രീതിപ്പെടുത്തുക, പരമാവധി ഫണ്ട് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക, ഇതാണ് പ്രശാന്തിൻ്റെ പ്രശാന്തുമായി ബന്ധപ്പെട്ടവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഫണ്ട് വിരിക്കുക, പാർട്ടിയെ വളർത്തുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ സൂചിപ്പിച്ചത് തന്നെയാണ്. അദ്ദേഹത്തിന് അടുത്ത വട്ടം LDF അധികാരത്തിൽ വന്നാൽ മന്ത്രിയാകണം, അതും ദേവസ്വം മന്ത്രി. ഇപ്പോൾ ഏറെക്കുറെ ദേവസ്വത്തെക്കുറിച്ചൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്തൊരു വകുപ്പാണ്, അത്യാവശ്യം കാശുകാരനാവാം, മിണ്ടാതിരുന്നാൽ മതി എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിനാണ് അയ്യപ്പൻ ഇപ്പോൾ കടക്കൽ തന്നെ വെട്ടി വീഴ്ത്തിയിരിക്കുന്നത്. ഇപ്പോൾ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുകയാണ്. കാര്യം ഈ കോടതി വിധിയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ SIT-യുടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഈ നവംബർ 10-ാം തീയതി കാലാവധി തീരുകയാണ്. എന്തായാലും അതിനുശേഷം അദ്ദേഹം തുടരണോ വേണ്ടയോ എന്നുള്ളത് കോടതി തീരുമാനിക്കും. അത് കോടതിയുടെ അല്ല, അയ്യപ്പൻ്റെ തന്നെ തീരുമാനമാണ്. അപ്പോൾ അതോടുകൂടി ഏറെക്കുറെ ആ മോഹം അവിടെ അസ്തമിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ വരുന്നത് ആരാണ് കുമാരേ? നമ്മുടെ മുരാരി ബാബുവിന്റെ കാര്യം നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുക എന്നുള്ളത്. കാര്യം പുള്ളി NSSന്റെ വലിയ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ NSSന്റെ നോമിനിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കസേരയിലേക്ക് ഡയറക്റ്റായിട്ട് വന്നിരിക്കുക. അടുത്തിനി ഒരു പക്ഷേ UDF ഭരണമാണ് വരുന്നതെങ്കിൽ വലിയ മുട്ടലൊന്നുമില്ലാതെ അദ്ദേഹത്തിന് നേരെ വന്ന ആ കസേരയിൽ അങ്ങ് ഇരിക്കാം എന്നുള്ള ഒരു ഉടുപ്പൊക്കെ തയ്പ്പിച്ചു വച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആ കസേരയിലെന്ന് മാത്രമല്ല വീട്ടിലെ കസേരയിൽ പോലും മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്, ഇല്ലേ? അതെ, അദ്ദേഹം അയ്യപ്പന്റെ ഒക്കത്തിരുന്ന് സ്വപ്നം കാണുക. അതെ, അയ്യപ്പന്റെ കൂടെ ഇരുന്ന് സ്വപ്നം കാണുകയാണല്ലോ. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഹരിപ്പാട് സ്ഥലം മാറ്റം കിട്ടി പോയിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു വർഷമായി അദ്ദേഹം സന്നിധാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളാണ് അയ്യപ്പൻ ഇപ്പോൾ അതിനും വെട്ടി വീഴ്ത്തിയിരിക്കുന്നത്. പെൻഷൻ കിട്ടുമെന്ന് തന്നെ സംശയം. അതെ. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോകേണ്ടി വരും. ഒരു മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, അദ്ദേഹത്തിന് അത്ര വലിയ മോഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു വട്ടം കൂടി പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തി ഒരു വട്ടം കൂടി ആ അധികാര കസേരയിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിച്ച ആളാണ് A. പത്മകുമാർ. എത്ര പേർ ശ്രദ്ധിച്ചു എന്നറിയില്ല, ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് എത്തിയ മുൻ പ്രസിഡന്റുമാരിൽ ഏക വ്യക്തി പത്മകുമാറാണ്. ബാക്കി മുൻപുണ്ടായിരുന്ന ഒരു പ്രസിഡന്റുമാര് പോലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയായിരുന്നു. എങ്ങനെയെങ്കിലും പിണറായിയെ പ്രീതിപ്പെടുത്തണം. ഈ നവംബർ 10 കഴിയുമ്പോഴത്തേക്ക് പ്രശാന്തിൻ്റെ കാലാവധി കഴിയുകയാണ്. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും അടുത്ത ഇലക്ഷൻ വരെ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. ആ കാലയളവിലെങ്കിലും തനിക്ക് വീണ്ടും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു മോഹമായിരുന്നു പത്മകുമാറിനുള്ളത്. പത്മകുമാറിൻ്റെ ആ മോഹം അയ്യപ്പൻ കടക്കൽ കത്തിവെച്ചു എന്ന് മാത്രമല്ല, പത്മകുമാറിനെ SIT സ്റ്റാൻഡിൽ പിടിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാര്യം
ഈ ഏറ്റവും കൂടുതൽ അഴിമതികൾ നടന്നിരിക്കുന്ന കാലഘട്ടത്തിലെ പ്രസിഡന്റ് പത്മകുമാറാണ്. പലതിനും അദ്ദേഹം ഉത്തരം പറയേണ്ടി വരും. ഉത്തരം പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, വെള്ളം കുടിക്കേണ്ടി വരും. ആ കാര്യത്തിലും യാതൊരു സംശയവുമില്ല. കുമാറെ, അതുപോലെ തന്നെ ഒരു മുൻകാല പ്രാബല്യത്തിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എൻ വാസു നമുക്കറിയാം, ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്ന ആളാണ്. അദ്ദേഹം ആ കമ്മീഷണറായിരുന്ന കാലത്താണ് ഈ ശബരിമല യുവതീ പ്രവേശന വിധിയൊക്കെ ഉണ്ടാകുന്നത്. അന്ന് സർക്കാരിനൊപ്പം കട്ടയ്ക്ക് നിന്നു വാസു. എന്തിനാ? അടുത്ത തവണ എങ്ങനെയെങ്കിലും പിണറായിയെ മണിയടിച്ച് പ്രസിഡന്റ് ആവാൻ വേണ്ടി. വാസുവിൻ്റെ ആഗ്രഹം നടന്നു. പിണറായിയെ മണിയടിച്ചു, യുവതികളെ കയറ്റാനുള്ള ഒത്താശകൾ ചെയ്തു, അന്ന് സർക്കാരിന് വേണ്ടി കട്ടയ്ക്ക് നിലകൊണ്ടു. അവസാനം എങ്ങനെയൊക്കെയോ ഏന്തി വലിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി. അപ്പോഴിതാ കിടക്കുന്നു അയ്യപ്പൻ കൊടുത്ത പണി. കോവിഡ് മഹാമാരി. ഒറ്റ കുഞ്ഞും ശബരിമലയിലേക്ക് വരാത്ത കാലഘട്ടത്തിൽ, ആരോരുമില്ലാത്ത കാലത്തിലെ പ്രസിഡന്റായി എൻ വാസു അങ്ങനെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. പക്ഷെ വാസു വിട്ടില്ല കേട്ടോ. വാസു ഇതിൻ്റെ ഇടയിൽ കൂടെ പറ്റാവുന്ന കടത്തുകളൊക്കെ വാസു നടത്തിയിട്ടുണ്ട്. അതും SITയുടെ അന്വേഷണത്തിൽ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ അടിക്കടി ഈ കോവിഡ് കാലത്ത് ശബരിമലയിൽ നിന്നും പമ്പയിൽ നിന്നും ആക്രി പോലും കടത്തിയെന്നാണ്. അതെ, സ്ക്രാപ്പ്. അത് എന്നിട്ടത് പ്രളയത്തിന്റെ 2020 ഞാൻ തത്വമയിൽ തന്നെ കൊടുത്ത റിപ്പോർട്ടുകളുണ്ട്. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ മകരവിളക്ക് കഴിഞ്ഞ് നടയടച്ച ശേഷം കാണിക്ക വഞ്ചി അടക്കം സ്ക്രാപ്പിൽ പോയ വാർത്ത തത്വമയി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു വാർത്ത 2020 ഞങ്ങളൊരു വാർത്ത കൊടുത്തിരുന്നു. ഈ 2021 കാലയളവിൽ ഈ കോവിഡ് കൊടുമ്പുരി കൊണ്ടുവന്ന സമയത്ത് അവിടെ നിന്നുള്ള സ്ക്രാപ്പുകളടക്കം, ശബരിമലയിൽ നിന്നുള്ള സ്ക്രാപ്പുകളടക്കം, അതും ഈ വലിയ വില കൊടുത്ത് വാങ്ങിച്ച വലിയ ഹുണ്ടിയാണ്, ഈ കാണിക്ക വഞ്ചിയാണ്. അത് ലേലത്തിനെടുത്ത ഒരാൾ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അയാളത് ലാഹയിൽ കൊണ്ട് കൂട്ടിയിട്ടയ്ക്കുന്നതിൻ്റെ വിഷ്വലാണെന്ന് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയത്. അന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ വാസുവിൻ്റെ മോഹങ്ങൾക്ക് എങ്ങനെയാണ് അയ്യപ്പൻ വിലങ്ങുതടിയായെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതും കഴിഞ്ഞാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ വിവാദ കഥാപാത്രം സൂപ്പർ സ്റ്റാർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രംഗത്ത് വരുന്നത്. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഈ കീഴ്ശാന്തിയുടെ അസിസ്റ്റൻ്റായി വന്ന അവിടെ വിരകിയ കാലത്ത് പെടുന്നതിനെയാണ് ഈ ദേവസ്വം ബോർഡിൽ എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കുന്നത്. ഈ ഐഡൻറ്റിറ്റി കാർഡ് നിർബന്ധമാക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും താൽക്കാലികമായി സന്നിധാനത്ത് നിന്ന് പിഴയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ സന്നിധാനത്ത് നിന്ന് എന്നോ അപ്രത്യക്ഷമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരിച്ചൊരു വരവുണ്ടായിരുന്നു. ഒരു കൊലമാസ് വരവായിരുന്നു അദ്ദേഹം. സ്പോൺസർ ഉണ്ണിപ്പോറ്റി, ബാംഗ്ലൂരിൽ നിന്നുള്ള സ്പോൺസർ ഉണ്ണിപ്പോറ്റിയായിട്ടുള്ള അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെട്ട് ചെയ്തു കൊടുക്കും. ഒന്നും വേണ്ട, ചുമ്മാ നിൽക്കുമ്പോൾ ഓടിപ്പോയി ചോദിക്കും, അവിടുത്തെ ഗേറ്റ് നമുക്ക് മാറ്റണ്ടേ, അവിടുത്തെ പാത്രം നമുക്ക് മാറ്റണ്ടേ, അവിടുത്തെ കാണിക്ക വഞ്ചിയിൽ ചെറിയൊരു ക്ലാവ് പിടിച്ചതായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ അങ്ങോട്ട് ചോദിച്ച് ദേവസ്വം ബോർഡിൻ്റെ ശ്രദ്ധ അതിൽ വിളിച്ചു വരുത്തി പുള്ളി നേരെ അടുത്ത ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ പോയി സ്പോൺസർമാരെ കണ്ടെത്തി അവരെ പിടിച്ചുകൊണ്ടുവന്ന് ഇത് സ്പോൺസർ ചെയ്യിക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ണിപ്പോറ്റിയും. അപ്പോൾ എന്തൊക്കെയോ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഉണ്ണിപ്പോറ്റിയുടെ അടുത്ത നീക്കം ശബരിമലയിലെ വിഗ്രഹം കാലഹരണപ്പെട്ടു തുടങ്ങി എന്ന് പറഞ്ഞ് അയ്യപ്പൻ്റെ വിഗ്രഹം തന്നെ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു ആലോചന അദ്ദേഹം തന്ത്രിയുമായി എവിടെ കൂടെയൊക്കെയോ നടത്തിയിരുന്നു. ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ അല്ല. ഇത് ദേവസ്വം ബോർഡിനുള്ളിൽ നിന്ന് ശബരിമലയിലെ സ്റ്റാഫുകൾ തന്നെ പല ഘട്ടങ്ങളിലും ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പോഴാണ് പലതിൻ്റെയും അർത്ഥം പോലും നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊക്കെ വലിയ വലിയ കളികളായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഉണ്ണിപ്പോറ്റിക്കും വലിയ 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 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ഉണ്ണിപ്പോറ്റിയുടെ ലക്ഷ്യങ്ങളൊക്കെ മാറി ഇപ്പോൾ അദ്ദേഹം അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ട് ഏതോ ജയിലിനുള്ളിൽ ഇരിപ്പുണ്ട്, അല്ലെ, ഏതോ ഒരു പോലീസ് കസ്റ്റഡിയിൽ ഇരിപ്പുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിനെ കൂട്ടുപിടിച്ച് വന്ന പല ഇനിയും പേര് വെളിപ്പെട്ടിട്ടില്ലാത്ത ഒരുപാട് സ്പോൺസർമാർ ഇതുപോലെ ബാംഗ്ലൂരും ഹൈദരാബാദിലും ഡൽഹിയിലും ഹരിയാനയിലൊക്കെ ഇരുന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അവരുടെ എല്ലാം അജ്ഞാതന്മാർ. അവരുടെ എല്ലാം സ്വപ്നങ്ങൾ ഇതുപോലെ തകർന്ന് വീണ് അടിഞ്ഞിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമസ്ഥനായ പങ്കജ് ഭണ്ഡാരിയും കണ്ടു സ്വപ്നം. കാര്യം കഴിഞ്ഞ കുറേ കാലമായി പുള്ളി അവിടെ ഇരുന്നാലും ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുകയാണല്ലോ. ശബരിമലയിൽ നിന്ന് കിലോ കണക്കിന് സ്വർണ്ണമല്ലേ ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള അമ്പത്തൂരിലുള്ള ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഒരു വീഡിയോ വരെ ചെയ്തു കേരളത്തിലെ. അതും നമ്മൾ പൊക്കിയില്ലേ, തത്വമയിയാണ് ആ വീഡിയോ പൊക്കിയത്. അപ്പോൾ പുള്ളി അങ്ങനെയും ഒരു യൂട്യൂബിൽ ഒരു ഫേമസ് ആവാൻ നോക്കി. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്വർണം ലേപനം ചെയ്യുന്ന രീതി വളരെയധികം തെറ്റാണ്, ഇങ്ങനെയൊന്നും പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ സ്മാർട്ട് ക്രിയേഷൻസിനും കിട്ടിയ അടി. ഇനിയിപ്പോൾ എന്തായാലും വളരെ പെട്ടെന്നൊന്നും ഇവിടുന്ന് മാത്രമല്ല, ഈ കേസ് ഇത്രയും ഇതാവുമ്പോഴത്തേക്ക് അവർ അന്വേഷണത്തിൻ്റെ പരിധിയിൽ നിൽക്കുമ്പോൾ ഈ തെക്കേ ഇന്ത്യയിലെന്നോ വടക്കേ ഇന്ത്യയിലെന്നോ അധികമൊന്നും ഓർഡറുകൾ ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സ്വപ്നങ്ങൾക്കും അയ്യപ്പൻ ഏതാണ്ട്
തീരുമാനമാക്കിയിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് ഈ ദ്വാരപാലക പാളി, അതിനുശേഷം കതക് കട്ടള, പിന്നീട് മേൽക്കൂര, അങ്ങനെയുള്ള പലതും സ്വപ്നം കണ്ടിരുന്നതാണ്. അതെ അതെ. ശബരിമലയിലെ മാത്രമല്ല പല ക്ഷേത്രങ്ങളുടെയും കൊടിമരങ്ങൾ സ്മാർട്ട് ക്രിയേഷൻസ് നോട്ടമിട്ടിരുന്നത്. അല്ല, കടുത്തിരുത്തി മഹാദേവ ക്ഷേത്രത്തിലേക്ക് അവർ ചെയ്തു. അതൊക്കെ കറുത്തു തുടങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കുമാറെ, ഇനിയും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഇതുപോലെ പലയിടത്തിരുന്ന് സ്വപ്നം കണ്ടിട്ടുള്ളവരുണ്ടാവും. അവരെല്ലാം അയ്യപ്പൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ശരിക്കും ഒരു ക്രൂരതയല്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോകില്ലേ? എത്ര വലിയ സ്വപ്നങ്ങളാണ് തകർന്നു പോയത് എന്നതാണ്. അതിനെല്ലാം ഈ ആഗോള അയ്യപ്പ സംഗമവും അതിനുശേഷം ഈ CCTV ഓഫ് ചെയ്ത് പ്രശാന്ത് പാളി ഇളക്കിക്കൊണ്ട് പോയതും ഒക്കെ കാരണമാകും. അല്ല കുമാറെ, ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ നമ്മൾ തമാശ രൂപേണയാണ് ഈ വാർത്ത അവതരിപ്പിച്ചെങ്കിലും ഇത് അവസാനിക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ശബരിമലയിൽ നമ്മൾ പോകുന്നത് എല്ലാം പരിത്യജിച്ചുകൊണ്ടാണ്. ഒന്നും അവിടുന്ന് നേടാൻ വേണ്ടിയല്ല. ഒരു മനുഷ്യൻ സന്യാസ ജീവിതത്തിന്റെ പ്രതീകാത്മകമായിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞുള്ളത് വാനപ്രസ്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പരിത്യജിച്ചുകൊണ്ടുള്ള സഹനത്തിൻ്റെ ഒരു യാത്രയാണ് ശബരിമല. അല്ലാതെ അവിടെ ചെന്ന് എന്തൊക്കെയോ നേടിയെടുക്കാമെന്നുള്ള സ്വപ്നങ്ങളുമായിട്ട് ഒരിക്കലും മല ചവിട്ടരുത്. അങ്ങനെ മല ചവിട്ടിയവർക്കൊക്കെ കിട്ടിയ അനുഭവങ്ങളാണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളിൽ ഞങ്ങൾ വിവരിച്ചത്. അതുകൊണ്ട് ശബരിമലയിലേക്ക് ചെല്ലുമ്പോൾ ഞാനും നീയും ഒന്നാണ്. ഇന്നലെ അതും വാസവൻ ഒരു പുതിയ തിയറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, തത്വമസിക്ക് അല്ലേ? അപ്പോൾ അതും പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നുള്ള പ്രതീക്ഷയിൽ ആരും മല ചവിട്ടേണ്ട കാര്യമില്ല. അവിടെ ചെല്ലുന്നത് നമ്മൾ സ്വാമിയെ കാണാനാണ്. അതേ സ്വാമിയായി ഉയർത്തപ്പെട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ ഭക്തനും ഭഗവാനും തമ്മിൽ കാണുന്നു. ആ ഭഗവാന്റെ അംശം ഭക്തനിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നു. അവിടുന്ന് തിരിച്ചു വരിക. അല്ലാതെ അവിടെ ഇരിക്കുന്ന സ്വർണവും മറ്റും സ്വാംശീകരിച്ചുകൊണ്ട് വരാൻ നിന്നാൽ ഇതിനപ്പുറം അല്ല 8ന്റെ പണി അയ്യപ്പൻ തരും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു പേരൂടെ ഉണ്ട്, ബഹുമാനപ്പെട്ട ശബരിമല തന്ത്രി. അദ്ദേഹം എങ്ങനെയോ വാജിവാഹനം അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതിപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുത്താൽ മതി. ചിരിച്ചോണ്ട് കൊടുത്താൽ ആരെങ്കിലും സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. നമ്മളെ മറ്റേ ജൂനിയർ മാൻഡ്രാക്ക് സിനിമകളിലുള്ള പോലെ ഞാനിത് ചിരിച്ചോണ്ട് തിരിച്ചു തന്നേക്കാം, ആരെങ്കിലും ഇത് ഏറ്റുവാങ്ങുമോ? ദേവസ്വം ബോർഡത്ത് ഇപ്പോൾ ഈ കോടതി നിരീക്ഷണവും മറ്റും നടക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിന് ഇത് അങ്ങനെ അങ്ങ് വാങ്ങി സൂക്ഷിക്കാനും മതി. പണ്ടേ കാലമാണെങ്കിൽ ഇതിപ്പോൾ മുരാരി ബാബുവിൻ്റെയോ അല്ലെങ്കിൽ പ്രശാന്തിൻ്റെയോ ഒക്കെ ഷോർട്ട് കേസിൽ ഇരുന്നേനെ ഈ വാജിവാഹനം. ഇപ്പോഴത്തെ സാഹചര്യം ആയതുകൊണ്ട് അത് പേടിക്കേണ്ട, ഇത് എങ്ങനെയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തും. പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് എത്തുന്നതിന് മുമ്പ് കോടതി എന്ത് പറയും, ഇതെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണം അല്ലേ? ഒരു ഒറിജിനാലിറ്റി ബോധ്യപ്പെടുത്തണം. അങ്ങോട്ട് പോയ വാജിവാഹനമാണോ, ഇറിഡിയമൊക്കെ ഉള്ള വാജിവാഹനമാണോ തിരിച്ചു വന്നത്, അതോ ഇത് സ്മാർട്ട് ക്രിയേഷൻസിലോ അല്ലെങ്കിൽ മാന്നാറിലെ ഏതെങ്കിലും പാത്രക്കടയിലോ ഉണ്ടാക്കിയെടുത്ത വാജിവാഹനമാണോ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അയ്യപ്പനോ അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവിടെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് അയ്യപ്പനുള്ളതാണ്. അത് ആ സമർപ്പണം, അത് അയ്യപ്പൻ ശബരിമലയിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ക്ഷേത്രങ്ങളിലായാലും ഒരു സമർപ്പണം നടന്നു കഴിഞ്ഞാൽ അത് ദേവൻ്റെ വകയാണ്. അല്ലാതെ അവിടെയുള്ള ദേവസ്വത്തിൻ്റെ വകയല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ വകയല്ല, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വകയല്ല, തന്ത്രിയുടെ വകയല്ല. അതിനൊക്കെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനപ്പുറം പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി ഇനിയും ഒരു ഉദാഹരണം തരാനില്ല. ഈ ലിസ്റ്റ് അപൂർണമാണ് എന്ന് മാത്രം ഞങ്ങൾ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. എന്തായാലും ആ തിരുനടയിൽ സമർപ്പിച്ചതെല്ലാം ആ ഭഗവാനുള്ളതാണ്. അവിടെ നിന്നൊന്നും തിരിച്ചെടുക്കാൻ ആർക്കും അവകാശമില്ല. അതിപ്പോൾ സ്വർണ്ണ താഴികക്കുടമാണെങ്കിലും ഒരു പൊതി കർപ്പൂരമാണെങ്കിലും അത് ഭഗവാനുള്ളതാണ് എന്നുള്ളതാണ് എന്ന സത്യമാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. നമസ്കാരം.